എടാ തെറ്റി. എടാ ഇങ്ങനെയാണോ എന്നോട് പറഞ്ഞത്? കണ്ണിണയിൽ കാമനോട്ടം എന്നപ്പോ കണ്ണിവിടെ തുടിക്കണോടാ. ഇനി തെറ്റി ഇതിനെ എടുത്തിട്ട് ഇടിക്കും ഞാൻ. അവിടെ ഞാൻ കറക്റ്റ് ചെയ്താണ്. ഇവന്റെ കണ്ണാണ് തുടിക്കാത്തത്. ഇടോ അടിക്കുന്ന അടിയുണ്ട്, ഇത് തുടുപ്പില്ലെന്ന്. നീയൊക്കെ ഇവിടെ അടിയും കൂടി നടന്നോ? കമ്പനിയിലെ കാര്യങ്ങളൊന്നും അറിയണ്ടല്ലോ. ഓ കമ്പനി, അത് പറയപ്പെടാ. ചായ വെച്ചിട്ടേ കമ്പനിയുടെ 60% ഷെയർ അവന്റെ ലൈഫ് പോയി. ഇല്ലെങ്കിൽ കമ്പനി ഇല്ല, അത്രേ ഉള്ളൂ. ഇടി പാർട്ട്നേഴ്സിന്റെ ഇടയിൽ കാഷ്വാലിറ്റി. കാഷ്വാലിറ്റി അല്ലടാ, ICU. അതിന് പഠിത്തം വിവരമുള്ളവനൊക്കെ നല്ല പാട്ടുണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ. ഓ അപ്പൊ നമുക്ക് പഠിപ്പ് വിവരമില്ല? ഇല്ല. അങ്ങനെ പറ. എത്ര പഠിപ്പം ഇല്ലെങ്കിൽ എന്താ 5 ലക്ഷം രൂപ പ്രോഫിറ്റ്, 30,000 ലോസ്. എങ്കിലും എന്റെ ഒരു വലിയൊരു പങ്കിലുണ്ട്, അത് കാണാതെ പോലെ കേട്ടോ. ഈ 2 എന്റെമാരുടെ പങ്ക് ഞാൻ അത് കാണുന്നുണ്ട്. എടാ കെക്കിഴങ്ങളെ 5 ലക്ഷം രൂപ നഷ്ടമാണ് വരുത്തി വെച്ചേക്കുന്നത്. ആകെ 30,000 രൂപ ലാഭം. അതെങ്ങനെ വന്നെന്നാ ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ വരാൻ വഴിയുണ്ടല്ലോ. മോനെ 3ാമത്തെ പേജ് എടുത്ത് വായിച്ചേ. 3ാമത്തെ പേജ് സിമ്പിൾ സാധനം. 1 5 5 2 5 10 3 5 15 4 5 5 25. മോൻ 5ന്റെ പട്ടിക പറഞ്ഞു കഴിഞ്ഞാ? യെസ് ഓഫ് കോഴ്സ്. ഞാൻ ചെറുക്കെ കുറെ നേരം ചിലക്കാൻ പറഞ്ഞിട്ട് നിന്റെ 5000 ഞാൻ ഇപ്പൊ തിരിച്ചു തരാം. ഇപ്പൊ ഇല്ല, പിന്നെ തരാം ഞാൻ. എടാ മോനെ കൂൾ, നിങ്ങൾ വന്നിരുന്നേ. നീ അങ്ങനെ തന്നെ നീ ഇരുന്ന നിനക്ക് സ്നിക്കേഴ്സ് എടുക്കട്ടാ. നീ നീലറിയാവൂ. അതല്ലേ ഇപ്പൊ അതിന്റെ പ്രശ്നം എന്തിനാണ്? 3ാമത്തെ പേജ് എടുക്കണം, അത്രയല്ലേ ഉള്ളൂ. 3ാമത്തെ പേജ് 21,000 രൂപ എക്സ്പെൻസാ. എടാ അത് ട്രാവൽ എക്സ്പെൻസ്. സംഭവം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് നിന്ന് ഒരുത്തം വിളിച്ചിട്ട് നമ്മളെ എണ്ണ അവിടെ കിട്ടുന്നില്ല. ഞാൻ ഒന്നും നോക്കിയില്ല, അപ്പൊ തന്നെ ഒരു കാർ പിടിച്ച് നേരെ വിട്ട് അവന് കൊണ്ടുപോയി കൊടുത്ത് അവിടെ ഒരു ദിവസം നിന്ന് അവിടത്തെ കടലും കണ്ട് ബിരിയാണി നിന്നിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. അത് ആ പോയ കാലം തിരിച്ചു വിളിച്ചു വരുത്തി അതിൽ കയറി തിരിച്ചു വരും നമ്മളോടാ. അല്ല ഈ 4ാമത്തെ പേജ് വേറെന്തോ ഒരു 45,000 കിടക്കുന്ന മാൻ പവർ എന്നൊക്കെ എഴുതി. അതെന്താ സംഭവം? എടാ നമ്മുടെ ഒലസ്ട്രയുടെ ഓയിലില്ലേ, അത് വണ്ടി ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ സഹായിക്കുന്ന ഒരു ലോഡ് എടുത്ത് അങ്ങോട്ട് പൊക്കി വെച്ചു. എന്റെ ഇതിൽ ഓയിൽ പിടി തറയി വീഴുന്നു. അപ്പൊ ഏതോ ഒരു പൊട്ടം ബൈക്ക് ഓടിച്ചത് കയറ്റി പോയി മതിലിൽ കൊണ്ട് കയറ്റി. ഞാൻ പിന്നെ അവന്റെ ആശുപത്രി ചെലവും പിന്നെ മതിൽ കയറ്റി കൊടുത്ത് വണ്ടിപ്പണി എല്ലാം കൂടെ 50 രൂപ ചോദിച്ചു. ഞാൻ 40,000 കുറച്ച് ഒന്നും തരില്ലെന്ന് പറഞ്ഞ് റൗണ്ട് ചെയ്താണ് 40,000 കൊണ്ട് എത്തിച്ചത്. എന്നോട് കാര്യമാവുമാരുടെ. അപ്പൊ 1 അല്ല, അപ്പൊ ഈ 1.5 ലക്ഷത്തിന്റെ ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ നടക്കുന്നു. അതെന്താ സംഭവം? എടാ അത് കണക്കത് തുക്കട കഥയല്ല, അതൊരു പേടിന്റെ ലെവൽ കഥ കണ്ടു. അതുകൊണ്ട് ചായ വാങ്ങാൻ പോവാൻ തിരിച്ചു വന്ന് പറഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സോ ജസ്റ്റ് വെയിറ്റ്. എന്ത് കഥയായാലും അവൻ ഇന്ന് ഇവിടെ വന്നിട്ടേ നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. 2 hours later. പൈസ കിട്ടിയോണ്ട് ഒരു ഫാൻ വാങ്ങിച്ചിരണം കേട്ടോ. എവിടെ അവനാ കഥയൊന്നും എല്ലാം കേൾക്കാൻ പറ്റുമോ ഇനി? ഇനി അവൻ പ്രസവിച്ച പശുവിനെ പെറ്റു വളർത്തി അതിൽ നിന്ന് പാലിന് ചായ ഇടാൻ പോയി തന്നെയാ. 1 eternity later. എത്ര കൊല്ലമായടാ ഇത്? എത്ര കൊല്ലം നല്ല കിട്ടില്ല കഥയല്ലടാ. കേട്ടിട്ട് ചാവ കുറച്ച് ദിവസം ഉള്ളൂ. ആരെങ്കിലും ഒന്ന് ചാവുന്നതിന് മുമ്പ് ആ കഥ പറഞ്ഞു താടാ.